കഴിഞ്ഞ 12 വർഷമായി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ഫാബ്രിക്കിന് എന്താ കുഴപ്പം പറ്റിയത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഓടിപ്പോയോ? അവരെല്ലാം വറുത്തു തിന്നോ? നരേന്ദ്രമോദിയും BJP RSSും കൂടെ എന്താ ചെയ്തത്? നിങ്ങൾ കുറെ കാലം കൂടി ഭീതി ഉണ്ടാക്കുന്നല്ലോ. അന്നും ഇന്നും RSS പറയുന്നു ഈ രാജ്യത്തെ നിങ്ങൾ ചോദിക്കുന്നത് ശരിയായ സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ? സന്ദീപ് വാചസ്പതിയോ താങ്കളുടെ പാർട്ടിയോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ തെറ്റുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാം, കേൾക്കാം. പക്ഷേ ഇതിനോട് വിയോജിപ്പുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ നയിക്കേണ്ട അക്കാദമിക് രംഗത്തെ പ്രമുഖർ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ട് തലകുലുക്കിയിരിക്കുന്നത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. ഇനി അവരോട് തലകുലുക്കാതിരിക്കാൻ പറയാം. വെറുതെ ഓരോ പടങ്ങളും കണ്ടിട്ട് വന്ന് അടിച്ചു വിടുക. നിങ്ങൾ അവർ കേട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആകാശം ഇടിഞ്ഞു വീണോ? അല്ല, താങ്കൾക്കെതിരെ നിസ്സാരമായും തമാശയായും ഒക്കെ പറയാമായിരിക്കും. ഇത് കേൾക്കൂ. ഈ രാജ്യത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ, മതനിരപേക്ഷ, നിങ്ങൾ ഈ പറയുന്ന മതേതര ഫാബ്രിക്കിനെ സ്പർശിക്കുന്ന, അതിന്റെ ഔട്ടർ ലെയറിലെങ്കിലും സ്പർശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? താങ്കൾക്ക് ഭരണഘടന താങ്കൾ പഠിച്ചിട്ട് വരൂ. RSSന് ഭരണഘടന ഉണ്ടല്ലോ. RSSനുണ്ടോ? എന്നാൽ അത് പബ്ലിഷ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയില്ല. എന്നാ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ കുഴപ്പമാണ്. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? ലോകത്തിലില്ല അല്ലേ? അത് നല്ല ലോജിക്കാണ്. ഞങ്ങൾ കാണാത്തതൊന്നും ഈ ലോകത്തില്ല. തലക്കെന്താ തകരാറാണ് മേഡം? അപ്പൊ ഈ രാജ്യത്തിന്റെ നിർണായകമായ മേഖലകളിലെല്ലാം RSS ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ ഇടപെട്ടിട്ടുണ്ട്, ഇന്ന് ഇടപെടുന്നുണ്ട്, നാളെ ഇടപെടുകയും ചെയ്യും. അത് BJPയുടെ തണലൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. നരേന്ദ്രമോദി എന്തോ ഡൽഹിയിൽ ഇരിക്കുന്നതുകൊണ്ട് RSS ഇടപെടുന്നു. ആര് ഭരിച്ചാലും ഇടപെട്ടിരിക്കും. ഈ രാഷ്ട്രം എന്നൊക്കെ പ്രതിസന്ധി RSS എന്നല്ല, ഇനിയിപ്പോ ഏത് പ്രത്യയശാസ്ത്രമായാലും കേൾക്കാൻ പോയിരിക്കുന്നത് എന്തിനാണ്? Hindustan is a Hindu nation and the Hinduness has the capacity to connect everything in the world. The responsible society of Bharat is Hindu society എന്നെല്ലാമുള്ള പ്രഭാഷണം നടക്കുന്നിടത്ത് അക്കാദമിക് രംഗത്തെ നയിക്കുന്ന ആളുകൾ പോയി കയ്യും കെട്ടി കേട്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കുക. നിഷ അത് മാത്രമേ കേട്ടുള്ളൂ. അതിനു മുൻപ് സർസംഘചാലക് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഓൾ ഇന്ത്യൻസ് ആർ ഹിന്ദുസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലായിരുന്നു? ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരെയും ഞങ്ങൾ എന്ത് അപകടം? ഇത് നിഷക്കല്ലേ അപകടം? രാജ്യത്തിന്റെ സെക്കുലർ റിപ്പബ്ലിക് എഴുതി ചേർത്തിട്ടുള്ള ഒരു രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് ചേരാത്ത പ്രസ്താവനകൾ, രാമജന്മഭൂമിയും ആർട്ടിക്കിൾ 370 ഒക്കെ രാജ്യത്തിന്റെ നന്മയ്ക്കായാണ്, അതൊരു രാഷ്ട്രീയ വിഷയമേ അല്ല എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ രാജ്യത്ത് അക്കാദമിക രംഗത്തെ നയിക്കുന്നവർ പോയി കേട്ടുകൊണ്ടിരിക്കുക? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല, ഈ മതനിരപേക്ഷതയുടെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. ഞങ്ങളാരും മതനിരപേക്ഷക്കാരല്ലേ? ഈ മതനിരപേക്ഷത ഞാനടക്കം ഈ വളരെ മര്യാദക്ക് ഈ രാജ്യത്ത് കഴിഞ്ഞ 12 വർഷം ഇല്ല, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ 12 വർഷമായി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ഫാബ്രിക്കിന് എന്താ കുഴപ്പം പറ്റിയത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഓടിപ്പോയോ? അവരെല്ലാം വറുത്തു തിന്നോ? നരേന്ദ്രമോദിയും BJP RSSും കൂടെ എന്താ ചെയ്തത്? നിങ്ങൾ കുറെ കാലം കൂടി ഭീതി ഉണ്ടാക്കുന്നല്ലോ. അന്നും ഇന്നും RSS പറയുന്നു ഈ രാജ്യത്തെ നിങ്ങൾ ചോദിക്കുന്നത് ശരിയായ സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. രാമജന്മഭൂമി ഈ രാജ്യത്തെ രാഷ്ട്രീയ വിഷയമല്ല, രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ വിഷയമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ വിഷയമാണെന്ന് സർസംഘചാലക് പറയുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അത് തലകുലുക്കി സമ്മതിക്കണം എന്നാണോ BJP കരുതുന്നത്? നിഷ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഈ രാമജന്മഭൂമിയും ആർട്ടിക്കിൾ 370യും ഞാനും നിഷയും തമ്മിലാണോ സംഭവം? ഇന്ത്യയുടെ പരമോന്നത കോടതി റാറ്റിഫൈ ചെയ്തിട്ടുണ്ട് മിസ്റ്റർ. നിങ്ങൾ അത് കണ്ടില്ലേ? ഇന്ത്യയുടെ പരമോന്നത കോടതി പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരാണ് ഈ രാജ്യത്ത് പറയേണ്ടത്? മനോരമ സ്റ്റുഡിയോയിലാണോ രാമജന്മഭൂമി? ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അത് സ്വീകരിക്കുന്നുണ്ടോ? അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടെന്ന്. അപ്പോ അങ്ങനെയുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും നയിക്കേണ്ട അക്കാദമിക് രംഗത്ത് തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നിന്റെ മരത്തല ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം, എന്നാലേ പ്രൊഫഷണൽ ഒരു പുള്ളിങ് കിട്ടും. സുപ്രീം കോടതിയുടെ വേർഡിക്ട് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ദ ലാൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലോ ഓഫ് ദ ലാൻഡ് അതിനെ അനുസരിച്ച് ജീവിക്കാൻ എല്ലാ കോടതി വിധികളോടും വിയോജിക്കാനുള്ള അവകാശവും ഭരണഘടന തരുന്നുണ്ട്. ശ്രീ സന്ദീപ്, തന്നെ ഒരു സംശയം വേണ്ട, അത് പറയുമ്പോൾ നിനക്ക് ചൊറിഞ്ഞു കയറുന്നത്.
വേണ്ട ഇല്ലെന്ന് ആര് പറഞ്ഞു? വിയോജിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അത്തരം കോടതി വിധികളോടടക്കം വിയോജിപ്പുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള എല്ലാ പശ്ചാത്തലത്തിലും വരുന്ന കുട്ടികളെ നയിക്കേണ്ടത് ശ്രീ സന്ദീപ് വാചസ്പതിയോ താങ്കളുടെ പാർട്ടിയോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ ഒക്കെ പോകുന്നതിന് ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാം, കേൾക്കാം. പക്ഷേ ഇതിനോട് വിയോജിപ്പുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ നയിക്കേണ്ട അക്കാദമിക് രംഗത്തെ പ്രമുഖർ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ട് തലകുലുക്കിയിരിക്കുന്നത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. ഇനി അവരോട് തല കുലുക്കാതിരിക്കാൻ പറയാം. അവർ കേട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആകാശം ഇടിഞ്ഞു വീണോ? അല്ല, താങ്കൾക്കെതിരെ നിസ്സാരമായും തമാശയായും ഒക്കെ പറയാമായിരിക്കും. പക്ഷേ ഈ രാജ്യത്തെ അല്ല, ഇത് കേൾക്കൂ. ഈ രാജ്യത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ, മത നിരപേക്ഷ, നിങ്ങൾ ഈ പറയുന്ന മതേതര ഫാബ്രിക്കിനെ സ്പർശിക്കുന്ന, അതിന്റെ ഔട്ടർ ലെയറിലെങ്കിലും സ്പർശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു പ്രശ്നം നടത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്തെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഈ വൈസ് ചാൻസലർമാർ കേട്ടിരുന്ന പ്രസംഗത്തിൽ പറയുന്ന ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആണോ? ഭയങ്കര. Hindustan is a Hindu nation and the Hinduness has the capacity to connect everything in the world. Hindustan is a Hindu nation എന്ന് അദ്ദേഹത്തിന് പറയാം. Responsible society of Bharat is Hindu society. അതായത് ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ രാജ്യം മുന്നോട്ട് പോകൂ. മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ഗുണ്ടായിസം ഒക്കെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഹിന്ദുക്കൾ ശക്തരായി നിൽക്കണം. അതോടൊപ്പം പറഞ്ഞതാണ് രാമജന്മഭൂമിയും ആർട്ടിക്കിൾ 370 രാഷ്ട്രീയ വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിലപാടുകൾക്ക് യോജിക്കുന്ന പ്രസ്താവനയാണെന്ന് ശ്രീ സന്ദീപ് പറയുന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ നിലപാടിനെ ആ നിലയ്ക്ക് ഞാൻ മാനിക്കുന്നു. അതിൽ തെറ്റുണ്ടോ? അതിലൊരു തെറ്റുമില്ല തങ്ങളെ. അല്ല നിഷ, ഞാൻ ചോദിക്കട്ടെ, സനാതന ധർമ്മമാണ് ഈ രാജ്യത്തിന്റെ ആത്മാവെന്നുള്ളത് RSS കണ്ടുപിടിച്ച സംഗതിയാ? സുപ്രീം കോടതി വിധിയില്ലേ നിഷ? എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ലേ? നേതാജി പറഞ്ഞിട്ടില്ലേ? വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ലേ? BR അംബേദ്കർ പറഞ്ഞിട്ടില്ലേ? ആരാണ് ഈ രാഷ്ട്രത്തിന്റെ ചേതന സനാതന ധർമ്മം തന്നെയാണ്. രാജ്യത്തിന്റെ ആത്മാവ് സനാതന ധർമ്മമാണ്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ഈ രാഷ്ട്രത്തിന്റെ ചേതനയാണ് സനാതന ധർമ്മം. അത് ശരി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ രാജ്യത്തിന്റെ ആത്മാവ് സനാതന ധർമ്മമാണ് ഏത് കോടതി വിധിയാണ് പറഞ്ഞത്? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഈ രാഷ്ട്രത്തെ നിങ്ങൾ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ഏതോ അമ്പലത്തിൽ പോകുന്നവർ RSSകാരെന്ന് മാത്രം നിങ്ങൾ വക്രീകരിക്കുന്നതിന്റെ പ്രശ്നമാണിത്. ഈ രാഷ്ട്രത്തെ പറ്റിയാണ് സംസാരം. ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെ പറ്റിയാണ് സംസാരം. ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് സനാതന ധർമ്മം തന്നെയാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭഗിനി നിവേദിത പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറയാത്തത്? മഹർഷി അരവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ബാലഗംഗാധര തിലകൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി എന്തിനാ രാമരാജ്യം നടപ്പാക്കണമെന്ന് പറഞ്ഞത്? താലിബാനിസം നടപ്പാക്കണമെന്ന് പറയാതിരുന്നത്? അപ്പൊ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് ഇത് തന്നെയാണെന്നേ ഇതിനകത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അതിനെയാണ് ഞങ്ങൾ സർവസ്പർശി എന്ന് പറയുന്നത്. എന്താ ഷൈട്ടോ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, പക്ഷേ അക്കാദമിക് രംഗത്തെ നയിക്കുന്ന ആളുകൾ ഇത് കേട്ടിരിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ മറ്റു അതിഥികൾക്ക് സമയം കൊടുക്കേണ്ടതുകൊണ്ടാണ്. ശ്രീ PS സഞ്ജീവ് അങ്ങനെ ചോദിച്ചോ? ഇതൊരു അക്കാദമികമായ സംവാദങ്ങൾക്കിടയിൽ പങ്കെടുക്കുന്നതിന് എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? ഇത് ഞങ്ങളുടെ മാത്രം ചിന്തയല്ല സർ, ഈ രാഷ്ട്രത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ചിന്തയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന RSSന്റെ പ്രത്യയശാസ്ത്രത്തിന് കഴിഞ്ഞ 100 വർഷമായ ഒരു കോട്ടവും തട്ടാത്തത്. ഈ രാഷ്ട്രത്തിൽ RSSുമായി ബന്ധപ്പെടുന്ന ഈ 4-3-7 VCമാർ വന്നാൽ ഈ രാഷ്ട്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാമെന്ന് വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. RSSന് മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നാളെ സന്ദീപ് വാചസ്പതി എന്തെങ്കിലും കുറ്റം ചെയ്താൽ പോലും RSSന് വേണമെങ്കിൽ സന്ദീപ് വാചസ്പതിയെയും തള്ളാം. കാരണം സന്ദീപ് വാചസ്പതി RSSൽ പ്രവർത്തിച്ചതിന് ഒരു തെളിവും ഇന്ത്യ മഹാരാജ്യത്ത് കാണില്ല. താനെന്താണ് മോനെ വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. അതുപോലെ തന്നെയാണ് ഈ ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അത് ഇന്ത്യയുടെ രേഖകളിൽ എല്ലാ മനുഷ്യർക്കും അറിയുന്നത് പോലെ അതിന് ശ്രമിച്ച് ഒട്ടനവധി തവണ ശ്രമിച്ച് ഒരിക്കൽ വിജയിച്ച് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ സംഘമാണ്. അതേ ആളുകളാണ് ഗാന്ധിജി RSSന്റെ ശാഖയിൽ വന്നു എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന കോൺട്രഡിക്ഷൻ. അപ്പോ ഒരു സെന്റൻസ് പറയൂ. താങ്കൾ ഒരു ചെറുപ്പക്കാരനല്ലേ? RSS വധവുമായി പറയാം. അല്ല, ഇത് AG നൂറാനിയുടെ RSS എ മെനേസ് ടു ഇന്ത്യ എന്ന പുസ്തകമാണ്. ഇതിൽ RSS ആൻഡ് ഗാന്ധിസ് അസാസിനേഷൻ എന്നൊരു ഭാഗമുണ്ട്. അതില് ജസ്റ്റിസ് കപൂറിന്റെ ഫൈൻഡിങ്സ് ഒരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ആണല്ലോ ജസ്റ്റിസ് കപൂർ ആണല്ലോ അന്വേഷിച്ചത്. പറഞ്ഞോട്ടെ, വേലവയ്പാ നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? സവർക്കറും ഗോഡ്സെയും നാരായണ ആപ്തയും 40 മിനിറ്റ് ഡൽഹിയിലേക്ക് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പോകുന്നതിന് തലേ ദിവസം ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് 40 മിനിറ്റ് സന്ദർശിച്ച് അവർ ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം നടത്തുന്നത് എന്നതിനെ കുറിച്ച് തെളിവുണ്ട്.
കേട്ടോ തെളിവുണ്ട് തന്നെ RSS അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ടാണ് അതെല്ലാവർക്കും അറിയാം. RSS അതുകൊണ്ട് ഇവിടെ. കൂടുതലൊന്നും പറയണ്ട സുഹൃത്തേ, കേട്ടോ, അത് RSS കൂടുതലൊന്നും പറയണ്ട, അതെല്ലാവർക്കും അറിയാം. സുഹൃത്തെ RSS അതാണ് പ്രശ്നം. നിങ്ങൾ RSS മെമ്പറാണോ? പക്ഷെ നിങ്ങൾ RSS അല്ലേ? നിങ്ങൾക്ക് RSS മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഇല്ലാതെ രാജ്യത്ത് ഗൂഢമായി പ്രവർത്തിക്കുന്ന രഹസ്യ സംഘടനയാണ് RSS. രഹസ്യ സംഘടനയാണ് RSS. അതുകൊണ്ടാണ് നിങ്ങൾ ഭരണഘടന എഴുതാത്തത്. നിങ്ങൾ എന്താ ഭരണഘടന എഴുതാത്തത്? നിങ്ങളോട് ഭരണഘടന എഴുതാൻ പറഞ്ഞിട്ടില്ലേ? രഹസ്യമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. അതുകൊണ്ട് ഡയറക്റ്റ് RSS-മായി ബന്ധമുള്ള കാര്യം കഴിയില്ല. അതാണ് സഞ്ജീവിന്റെ വാദം. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? സഞ്ജീവേ, എന്റെ ചോദ്യം വളരെ RSS-ന് clear ആണ്. അങ്ങ് ഭരണഘടന RSS ആണോ? ഉണ്ട്. അല്ലെ, എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഉത്തരവുണ്ടോ? RSS ആണോ? അല്ല, RSS ആണോ? നിഷേധിക്കണോ? ഞാൻ ഉത്തരം പറയൂ. RSS അല്ല എന്ന് പറയണോ? ധൈര്യം ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ എന്റെ RSS കുറിച്ച് ക്ലാസ് ഞാൻ എടുത്തല്ലോ. RSS അങ്ങ് RSS ആണോ? ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. RSS ആണോ അല്ലയോ പറ. അല്ല, ഇത്തരം ചോദ്യങ്ങൾ പിന്നെ ഞാൻ RSS അല്ലാതെ പിന്നെ ഓക്കെ. താങ്കൾക്ക് ഭരണഘടന RSS ഇല്ലെന്ന് താങ്കൾ RSS ആണെന്ന് പറഞ്ഞല്ലോ. താങ്കൾ അത് അതുപോലെ പഠിച്ചിട്ട് അങ്ങോട്ട് വരൂ. താങ്കൾ പഠിച്ചിട്ട് വരൂ. RSS-ന് ഭരണഘടന ഉണ്ട്. RSS ഉണ്ടോ? എന്നാൽ അത് പബ്ലിഷ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയില്ല. എന്നാ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾ അന്വേഷിച്ചിട്ട് എവിടെയും കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഞങ്ങൾ അത് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ കാണുന്നില്ല. കുഴപ്പമാണ്. ഞങ്ങൾ അന്വേഷിച്ച് എവിടെയും കാണുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. കാണാത്തൊന്നും ഈ ലോകത്തിലില്ല അല്ലേ? ഓ, അപ്പൊ എവിടെയാ? ഞങ്ങളും ഒക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? മനസ്സിലായി? നിങ്ങൾക്കറിവില്ല. അതുകൊണ്ട് RSS-ന് ഭരണഘടന എന്താ വിഷയം പിന്നെ? എന്ന് നിങ്ങൾ എങ്ങനെയാ സ്ഥാപിക്കുക? നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ ഇല്ല എന്നർത്ഥമില്ല. എന്താണ് ഇത്?